എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. നാം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ പേജ് നമ്പർ 152 ചോദ്യമാണ് ചെയ്ത് നിർത്തിയത് അല്ലേ? ഇനി നമുക്കതിലെ അടുത്ത ചോദ്യം നോക്കാം. രണ്ടാമത്തെ ചോദ്യം എന്താണ്? ചോദ്യം: ദി പിക്ചർ ഷോസ് ദി ട്രയാങ്കിൾ ഫോംഡ് ബൈ 3 ടാൻജൻസ് ടു എ സർക്കിൾ. ഇവിടെ നമുക്കൊരു ചിത്രം തന്നിട്ടുണ്ട് അല്ലേ? എന്നിട്ട് എന്താണ് പറഞ്ഞിട്ടുള്ളത്? ഈ ചിത്രത്തിൽ ഒരു സർക്കിൾ ഉണ്ട്. ഈ സർക്കിളിന്റെ 3 ടാൻജന്റുകൾ 1, 2, 3 അല്ലെ? അപ്പൊ 3 ടാൻജന്റുകൾ ചേർന്നിട്ടുള്ള ഒരു ത്രികോണമാണ് നമുക്കിവിടെ തന്നിട്ടുള്ളത്. ഈ ത്രികോണത്തിന്റെ വശങ്ങളുടെ നീളങ്ങൾ തന്നിട്ടുണ്ട് 7 സെന്റിമീറ്റർ, 5 സെന്റിമീറ്റർ, 4 സെന്റിമീറ്റർ അല്ലെ? ഇനി എന്താണ് നമ്മൾ ചോദിച്ചിട്ടുള്ളത്? കാൽക്കുലേറ്റ് ദി ലെങ്ത് ഓഫ് ഈച്ച് ടാൻജന്റ് ഫ്രം ഈച്ച് വെർട്ടെക്സ് ടു ദി പോയിന്റ് ഓഫ് കോൺടാക്ട്. അതായത് ഇവിടെ നമ്മൾ ഈ മൂലയിൽ നിന്ന് ഈ സർക്കിളിനെ ടച്ച് ചെയ്യുന്നവരെ അല്ലെ? അപ്പൊ ഇതൊരു ടാൻജന്റ് അല്ലെ? അപ്പൊ ഇങ്ങനെ ഓരോന്നിന്റെയും നീളം നമ്മൾ കണ്ടുപിടിക്കണം. മനസ്സിലായില്ലേ? അതായത് ഈ മൂലയിൽ നിന്നൊക്കെ സർക്കിളിനെ ടച്ച് ചെയ്യുന്നത് ഇവിടം വരെ അല്ലേ? അപ്പൊ ഈ നീളം, അതുപോലെ തന്നെ ഇവിടെ നിന്ന് ഈ നീളം, അതുപോലെ ഇവിടെ നിന്ന് ഈ നീളം, ഇതിന്റെ നീളം, അതുപോലെ ഇവിടെ നിന്ന് ഈ നീളം, ഇവിടെ നിന്ന് ഈ നീളം. മനസ്സിലായല്ലോ? ഇത്രയും നീളങ്ങൾ നമ്മൾ കണ്ടുപിടിക്കണം. ഇതാണ് ചോദ്യം. അപ്പൊ ആദ്യം നമുക്ക് എന്ത് ചെയ്യാം? ആദ്യം നമുക്ക് ഈ ത്രികോണത്തിന് ഒരു പേര് കൊടുക്കാം അല്ലെ? ABC എന്ന് PQR എന്ന്. ഇപ്പൊ PQR എന്ന് ഞാൻ പേര് കൊടുത്തു. ഓക്കെ, ട്രയാങ്കിളിന് ഒരു പേര് കൊടുത്തു PQR. ഇനി ഈ സർക്കിൾ അല്ലെ, നമ്മുടെ ടാൻജന്റുകളിൽ ടച്ച് ചെയ്യുന്ന പോയിന്റ് നമുക്ക് ഇത് A എന്ന് കൊടുത്തു. A, ഈ പോയിന്റ് B, ഈ പോയിന്റ് C. ഓക്കെ അല്ലെ? അപ്പൊ നമ്മൾ 3 പോയിന്റുകൾക്കും ABC എന്ന് പറഞ്ഞ് പേര് കൊടുത്തു. അതായത് ഈ സർക്കിളിനെ ടച്ച് ചെയ്യുന്ന ഈ ടാൻജന്റുകൾ ഈ ചേരുന്ന ഈ പോയിന്റിന്. ഇനി ഇവിടെ നോക്കിയേ, നമുക്ക് ഓരോന്നിന്റെ അല്ലെ, അതായത് PA ഈ നീളം കണ്ടുപിടിക്കണം, QA ഈ നീളം കണ്ടുപിടിക്കണം, അതുപോലെ QB, QR, CR, PC അല്ലെ? ഇതിന്റെ ഒക്കെ നീളം കണ്ടുപിടിക്കണം. പക്ഷെ നമുക്ക് എന്താ അറിയുള്ളൂ? ഈ 3 വശങ്ങളുടെ നീളം മാത്രമേ അറിയുള്ളൂ അല്ലെ? അപ്പൊ നമുക്ക് ആദ്യം എന്ത് ചെയ്യാം? ആദ്യം നമുക്ക് ഒരു നീളത്തെ, ഏതെങ്കിലും ഒരു നീളത്തെ നമുക്ക് X ആണെന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് ഒരു നീളം അറിയില്ല അല്ലെ? അപ്പൊ നമുക്ക് ഈ PA എന്ന് പറയുന്നത് X ആണെന്ന് വിചാരിക്കുക. ഈ നീളം P മുതൽ A വരെയുള്ള നീളം X ആണെന്ന് കൊടുത്തു. അങ്ങനെയാണെങ്കിൽ A മുതൽ Q വരെയുള്ള AQ എന്ന് പറയുന്ന നീളം എത്രയായിരിക്കും? നമുക്കറിയാം PQ എന്ന് പറഞ്ഞ നീളം 4 സെന്റിമീറ്റർ ആണ് അല്ലെ? P മുതൽ Q വരെയുള്ള നീളം 4 സെന്റിമീറ്റർ ആണ്. അതിൽ PA എന്ന് പറയുന്നത് X ആണെങ്കിൽ AQ എത്രയായിരിക്കും? 4-ൽ നിന്ന് ഈ Q കുറച്ചാൽ മതി അല്ലെ? പോരെ? ഇപ്പൊ ഇത് 4 സെന്റിമീറ്റർ, ഇത് 1 സെന്റിമീറ്റർ ആണെന്ന് വിചാരിക്കുക. ഇപ്പൊ ഈ നീളം 1 സെന്റിമീറ്റർ ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ബാക്കി ഇവിടുന്ന് ഇവിടം വരെ എത്ര ഉണ്ടായിരിക്കും? 3 സെന്റിമീറ്റർ ആയിരിക്കും അല്ലെ? അപ്പൊ 3ഉം 1ഉം 4. അതായത് നമ്മൾ 4-ൽ നിന്ന് 1 കുറച്ചു, അപ്പോൾ നമുക്ക് 3 കിട്ടി. അതുപോലെ ഇവിടെ നാം X ആണെന്ന് വിചാരിച്ചു. അങ്ങനെയാണെങ്കിൽ ഈ നീളം എത്രയായിരിക്കും? 4-ൽ നിന്ന് മൊത്തം 4 ഇതിന്റെ അളവ്, അതിൽ നിന്ന് X കുറച്ചാൽ മതി അല്ലേ? അപ്പൊ നമുക്ക് ഇവിടുത്തെ നീളം കിട്ടി. എത്ര കിട്ടി? 4 - X എന്ന് കിട്ടി. അപ്പൊ ഇവിടെ നമ്മൾ നീളം എഴുതുന്നു 4 - X. ഈ നീളം A മുതൽ Q വരെയുള്ള നീളം മനസ്സിലായില്ലേ? ഇവിടെ നിന്ന് ഇവിടം വരെയുള്ള നീളം 4 - X ആണെങ്കിൽ ഇവിടെ നോക്കിയേ, ഈ Q എന്ന് പറഞ്ഞ പോയിന്റ് അല്ലെ? Q എന്ന് പറഞ്ഞ പോയിന്റിൽ നിന്നുള്ള ടാൻജന്റുകളാണ് QA എന്ന് പറഞ്ഞതും QB എന്ന് പറഞ്ഞതും. ശരിയാണല്ലോ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം ഒരു പോയിന്റിൽ നിന്നുള്ള ടാൻജന്റിന് എന്തായിരിക്കും? തുല്യ നീളമായിരിക്കും. അപ്പൊ QA എന്ന് പറഞ്ഞ നീളം 4 - X ആണെങ്കിൽ QB എന്തായിരിക്കും? 4 - X തന്നെ ആയിരിക്കും അല്ലെ? അതിലൊരു സംശയവും ഇല്ല, 4 - X. ഓക്കെ, അത് നമുക്ക് കിട്ടി. ഇനി ഇവിടെ നോക്കിയേ, ഈ നീളം X, PA നമ്മൾ X കൊടുത്തു. അങ്ങനെയാണെങ്കിൽ P എന്ന് പറഞ്ഞ പോയിന്റിൽ നിന്നൊരു ടാൻജന്റ് ആണ് അല്ലെ? PA എന്ന് പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ നോക്കിയാൽ Pയിൽ നിന്ന് PC എന്ന് പറഞ്ഞത് എന്താണ്? ഒരു ടാൻജന്റ് ആണ് അല്ലെ? അതായത് Pയിൽ നിന്നുള്ള അടുത്ത ടാൻജന്റ് ആണ് PC. അങ്ങനെയാണെങ്കിൽ ഇവിടെ പറഞ്ഞ പോലെ തന്നെ ഈ PAക്കും PCക്കും ഒരേ നീളം ആയിരിക്കുമല്ലോ? ആയിരിക്കും അല്ലെ? അപ്പൊ ഇവിടെ നിന്ന് X കൊടുത്ത നിലയ്ക്ക് ഇവിടെ എന്തെന്നെ ആയിരിക്കും? ഈ നീളവും നമുക്ക് X തന്നെ ആയിരിക്കും. ക്ലിയർ ആയില്ലേ? ഓക്കെ, ഇനി ഈ നീളം നോക്കിയേ, ഇത് മൊത്തത്തിലാണ് PR 5 സെന്റിമീറ്റർ അല്ലെ? അതിൽ PC ഇത്രയും ഭാഗത്തിന്റെ നീളം എത്രയാണ്? X അല്ലെ? നമ്മൾ ഇവിടെ പറഞ്ഞ അതേപോലെ തന്നെ. അങ്ങനെയാണെങ്കിൽ ബാക്കി CR എന്ന് പറഞ്ഞ അത്ര നീളം അല്ലെ? ഇതിന്റെ നീളം എത്രയായിരിക്കും? മൊത്തം 5, അതിൽ ഇത്രയും ഭാഗം X. അപ്പൊ 5-ൽ നിന്ന് X നമ്മൾക്ക് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി എന്ത് കിട്ടും? ഇതിന്റെ നീളം നമുക്ക് കിട്ടും. ക്ലിയർ ആണല്ലോ? അപ്പൊ എന്ത് കിട്ടും ഇവിടെ? 5 - X. ഇനി ഈ പോയിന്റ് നോക്കിയേ, 6 അല്ലെ? അപ്പൊ 6-ൽ നിന്നുള്ള ടാൻജന്റ് ആണ് ഇത് ഈ RC എന്ന് പറയുന്നത് അല്ലെ? ഈ C എന്ന് പറയുന്ന പോയിന്റിൽ ടച്ച് ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ 6-ൽ നിന്ന് തന്നെയുള്ള മറ്റൊരു ടാൻജന്റ് ആണ് ഇത്.
ശരിയല്ലേ? ആറിൽ നിന്ന് ബിയിലേക്ക് പോകുന്നു. അപ്പോൾ നമുക്കറിയാലോ ടാൻജൻറ്റുകളുടെ നീളം തുല്യമായിരിക്കും അല്ലെ? ഒരു പോയിന്റിൽ നിന്നുള്ള ടാൻജൻറ്റുകളുടെ നീളം തുല്യമായിരിക്കും. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഉള്ള അതേ നീളം തന്നെ ആയിരിക്കും ഇവിടെയും. അപ്പോൾ ഈ നീളം നമുക്ക് എത്ര കിട്ടി? 5 - x. ഓക്കെ, അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ട എല്ലാ നീളങ്ങളും നമുക്ക് കിട്ടി അല്ലേ? അപ്പോൾ നമുക്ക് ആദ്യം ഒരു കാര്യം ചെയ്യാം. ഈ ചെയ്ത കാര്യങ്ങൾ ആദ്യം ഇവിടുന്ന് എഴുതി വെക്കാം അല്ലേ? അപ്പോൾ ആദ്യം ചെയ്തു നമ്മൾ പി എ അല്ലെ? പി എയും പി സിയും ഈക്വൽ ആണ്. നമ്മൾ പി എന് എക്സ് കൊടുത്തു, അപ്പോൾ പി സിയും എക്സ് ആയി അല്ലേ? അപ്പോൾ ആദ്യം നമുക്ക് അത് എഴുതാം. പി എ സീക്വൽ ടു പി സി അല്ലേ? പി എ സീക്വൽ ടു പി സി നമ്മൾ എന്ത് കൊടുത്തു? അത് എക്സ് ആണെന്ന് വിചാരിച്ചു. എക്സ്, അതിൻ്റെ നീളം എക്സ്. ഇനി ഇവിടെ അല്ലേ ഇത് എക്സ് കൊടുത്തപ്പോൾ ക്യു എയും ക്യു ബിയും ഈക്വൽ ആണ്. അതുകൊണ്ട് എന്തായി? ക്യു എയുടെ നീളം 4 - x ആണ്. അപ്പോൾ ഇതും 4 - x അല്ലേ? അപ്പോൾ നമുക്ക് അടുത്ത് എഴുതാം ക്യു എ സീക്വൽ ടു ക്യു ബി. ക്യു എയും ക്യു ബിയും ഈക്വൽ ആണ്. ഇവിടെ എക്സ് ആയതുകൊണ്ട് ഇവിടെ 4 - x ഒന്ന് അല്ലേ? സീക്വൽ ടു 4 - x. അപ്പോൾ അതും കഴിഞ്ഞു. ഇവിടെ നോക്കിയേ ബി ആർ അല്ലേ? അല്ലെങ്കിൽ ആർ ബി. ഇതോ സി ആർ അല്ലേ? അപ്പോൾ ഇതിൻ്റെ നീളം ഈക്വൽ ആണ് അല്ലേ? അത് നമുക്ക് 5 - x കിട്ടി. അപ്പോൾ നമുക്ക് എഴുതാം സി ആർ സീക്വൽ ടു ബി ആർ സീക്വൽ ടു 5 - x. ഓക്കെ, ഇത്തരം കാര്യങ്ങളാണ് നാം ഇതുവരെ ചെയ്തത്. ഇനി ഇവിടെ നോക്കിയേ ക്യു ആർ അല്ലേ? ക്യു ആറിൻ്റെ നീളം നമുക്കറിയാം 7 ആണെന്ന് തന്നിട്ടുണ്ട് അല്ലേ? അല്ലേ? ക്യു ആറിൻ്റെ നീളം നമുക്ക് 7 ആണെന്ന് തന്നിട്ടുണ്ട്. അതായത് ക്യു ആർ ഈസ് ഈക്വൽ ടു ക്യു ആർ എന്ന് പറഞ്ഞാൽ ഏതൊക്കെ കൂടി കൂട്ടിയതാണ്? ക്യു ബിയും ബി ആറും നമ്മൾ ആഡ് ചെയ്തതാണ് അല്ലേ? അപ്പോൾ ക്യു ആർ എന്ന് പറഞ്ഞത് ക്യു ബി പ്ലസ് ബി ആർ അല്ലേ? ഇത് രണ്ടും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ക്യു ആർ. ഓക്കെ, ഇനി ക്യു ആറിൻ്റെ നീളം നമുക്കറിയാലോ എത്രയാണ്? 7 സെൻറ്റിമീറ്റർ അല്ലേ? 7 സെൻറ്റിമീറ്റർ ആണ് ക്യു ആറിൻ്റെ നീളം. അപ്പോൾ നമുക്ക് എന്ത് കൊടുക്കാം? ക്യു ആറിന് പകരം 7 അല്ലേ? 7 സെൻറ്റിമീറ്റർ ആണ് ക്യു ആറിൻ്റെ നീളം. 7 ഈസ് ഈക്വൽ ടു ക്യു ബി. ക്യൂബിൻ്റെ നീളം നമുക്കറിയാം എത്രയാണ്? 4 - x. 4 - x പ്ലസ് ബി ആറിൻ്റെ നീളം എത്രയാണ്? 5 - x. ഓക്കെ, അപ്പോൾ 7 ഈസ് ഈക്വൽ ടു 4 - x പ്ലസ് 5 - x എന്ന് കിട്ടി. അതായത് 7 ഈസ് ഈക്വൽ ടു 4 + 5. 4 + 5 എത്രയാണ്? 9. 9 - x എത്ര വന്നു? -2x അല്ലേ? -x കൂടി കൂട്ടിക്കഴിഞ്ഞാൽ -2x കിട്ടി. അതായത് 7 ഈസ് ഈക്വൽ ടു 9 - 2x എന്ന് കിട്ടി. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എന്ത് കാണാം? 2xൻ്റെ വാല്യൂ കാണാം അല്ലേ? എന്ത് ചെയ്യുക? ഈ 2xന് ഇങ്ങോട്ട് കൊണ്ടുവരിക. അപ്പോൾ -2x ഇങ്ങോട്ട് വരുമ്പോൾ എന്തായി? +2x ആയി അല്ലേ? ഇവിടെ -2x ആണ്. അത് സമചിഹ്നത്തിന് ഇപ്പുറത്തേക്ക് നമ്മൾ കൊണ്ടുവരുന്നു. അപ്പോൾ ചിഹ്നം മാറി -0 പ്ലസ് ആയി. അപ്പോൾ +2x ആയല്ലോ. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ സമചിഹ്നം ഇട്ടു. ഇനി ഇപ്പുറത്ത് ആരാ കിടക്കുന്നത്? അപ്പുറത്ത് 9 ഉണ്ടോ? അത് അങ്ങനെ തന്നെ കിടന്നോട്ടെ, ഒന്നും ചെയ്യണ്ട. 9 അവിടെ കിടന്നോട്ടെ. ഇനി ഇവിടെ കിടക്കുന്ന 7 നമ്മൾ അങ്ങോട്ട് കൊണ്ടുപോകണം അല്ലേ? അപ്പോൾ 7 അങ്ങോട്ട് പോകുമ്പോൾ -7 ആയി. അതായത് 2x ഈസ് ഈക്വൽ ടു എന്ത് കിട്ടി നമുക്ക്? 9 - 7 2. അങ്ങനെയാണെങ്കിൽ എക്സ് എന്ത് വരും? എക്സ് ഈസ് ഈക്വൽ ടു 2. ഇവിടെ ഇൻറ്റു 2 ഇങ്ങോട്ട് വരുമ്പോൾ എന്താവും? /2 ആവും അല്ലേ? /2. അപ്പോൾ 2/2 ഈസ് ഈക്വൽ ടു 1. അപ്പോൾ ഇവിടെ നമുക്ക് എക്സിൻ്റെ വില കിട്ടി 1. ശ്രദ്ധിക്കുക, നാം എക്സ് എന്ന് കൊടുത്തു അല്ലേ? എക്സ് എന്ന് കൊടുത്തു. ഈ എക്സിൻ്റെ വില നമുക്ക് കിട്ടി 1 കിട്ടി. നമുക്ക് ഓരോന്നിൻ്റെ വില ഓരോന്നിൻ്റെ നീളം നമുക്ക് കണ്ടുപിടിക്കാം അല്ലേ? പി എയുടെ നീളവും പി സിയുടെ നീളം തുല്യമാണല്ലോ. അപ്പോൾ നമ്മൾ ചെയ്യാൻ പോണ് പി എ സീക്വൽ ടു പി സി അല്ലേ? സീക്വൽ ടു എത്ര വരും? എക്സ് അല്ലേ? സീക്വൽ ടു എക്സിൻ്റെ വാല്യൂ എത്രയാണ്? 1. അപ്പോൾ എന്ത് കിട്ടി? പി എയുടെ വാല്യൂം പി സിയുടെ വാല്യൂം എത്ര കിട്ടി? 1 കിട്ടി. ഇനി നമുക്ക് ഏതാ കണ്ടുപിടിക്കേണ്ടത്? ഇനി നമുക്ക് ക്യു എയുടെ നീളം കണ്ടുപിടിക്കാം. ക്യു എ എന്ന് പറഞ്ഞത് ഏതിന് ഈക്വലാണ്? ക്യൂ ബിയും തുല്യല്ലേ? അപ്പോൾ ക്യു എ ഈസ് ഈക്വൽ ടു ക്യൂ ബി അല്ലേ? സീക്വൽ ടു 4 - x. അപ്പോൾ എന്ത് വരും? 4 - എക്സിൻ്റെ വില നമുക്ക് കിട്ടി 1. 4 - 1 3 അല്ലേ? അപ്പോൾ ഈ നീളം നമുക്ക് കിട്ടി 3. അപ്പോൾ ഇത് 3ഉം ഇത് 1ഉം. അപ്പോൾ 3ഉം 1ഉം 4 കറക്റ്റ് ആണല്ലോ. ഓക്കെ, അപ്പോൾ ഈ നീളവും കിട്ടി. ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? ഇനി നമുക്ക് ആർ ബി അല്ലേ? ബി ആറും സി ആറും. അപ്പോൾ അടുത്ത് നമുക്ക് ബി ആർ സീക്വൽ ടു സി ആർ. അതിൻ്റെ രണ്ടിൻ്റെ നീളം തുല്യമാണ്. എന്താണ്? 5 - x. 5 - x സീക്വൽ ടു 5 - എക്സിൻ്റെ വാല്യൂ എത്രയാണ്? 1. അപ്പോൾ 5ൽ നിന്ന് 1 കുറച്ചാൽ 4. ഇപ്പം നമുക്ക് എല്ലാ നീളങ്ങളും കിട്ടിയില്ലേ?
കിട്ടിയല്ലേ? അപ്പൊ ഇത് 1 ഇവിടെയും 1 1 1 കിട്ടി. ഇവിടെയാണെങ്കിലോ 3 3 അല്ലേ? അപ്പൊ ഇവിടെ 3 ഇവിടെ 3 ഇവിടെയോ ഇവിടെ 4 ഇവിടെ 4. ശരിയാണല്ലോ? അപ്പൊ ഇതെങ്ങനെ ചെയ്യേണ്ടതെന്ന് മനസ്സിലായല്ലോ? ഓക്കെ. അപ്പൊ സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് ഇപ്പോൾ ഒരു സംശയം ചിലരുടെ ഉള്ളിലെങ്കിലും വരും, എന്തുകൊണ്ടാണ് ഞാൻ ഈ സൈഡ് മാത്രം എടുത്തത്? അല്ലെ, നമ്മൾ കണക്ക് ചെയ്യുമ്പോൾ അതിൽ സംശയങ്ങൾ വരണം. സംശയങ്ങൾ വന്നാലാണ് നമുക്ക് അതിന്റെ അർത്ഥം, അതായത് ആ കുട്ടി ശരിക്കും മനസ്സിലാക്കി പഠിക്കുന്നുണ്ട് എന്നതിന്റെ ലക്ഷണം എന്താണ്? കുട്ടിക്ക് സ്വാഭാവികമായിട്ട് സംശയം വരും. ഇപ്പൊ ഞാനിവിടെ നോക്കിയേ, ഞാനിവിടെ ക്യു ആർ ഈസിക്കൽ ടു ക്യൂ ബി പ്ലസ് ബി ആർ എന്ന് എടുത്തു. ക്യു ആർ ഈസിക്കൽ ടു ക്യൂ ബി പ്ലസ് ബി ആർ എന്ന് എടുത്തു. അതുപോലെ എനിക്ക് വേണമെങ്കിൽ ഇവിടെ എടുത്തൂടെ? എങ്ങനെ? പി ആർ ഈസിക്കൽ ടു പി സി ബൈ ആർ സി എന്നെടുത്തൂടെ? ഞാൻ എന്തുകൊണ്ട് അങ്ങനെ അതെടുത്തില്ല? അതല്ലെങ്കിൽ ഇവിടെ നോക്കിയേ, എനിക്ക് പി ക്യു സീക്വൽ ടു പി എ ബൈ എ ക്യു എന്നെടുത്തൂടെ? അവിടെ ഞാൻ എടുത്തില്ല അല്ലേ? എന്തുകൊണ്ടാണ് ഞാൻ ഇത് മാത്രം എടുത്തത്? അത് വെറുതെ എനിക്ക് സൗകര്യം കൊണ്ട് എടുത്തതല്ല, എനിക്കിവിടെ അടുത്താണല്ലേ, ഇതാണ് എൻ്റെ കൈക്ക് തൊട്ടടുത്ത് കിടക്കുന്നത്, ഇതാണ്, അതുകൊണ്ടാണ് ഞാൻ എടുത്തത്. ഇങ്ങോട്ട് കുറച്ച് നീക്കേണ്ട വരും അല്ലേ? അതുകൊണ്ടാണോ? അല്ല. എന്താണ് കാരണം നോക്കിയേ, ഇവിടെ ക്യു ആർ ഈസിക്കൽ ക്യൂ ബി പ്ലസ് ബി ആർ അല്ലേ? ക്യു ആർ ഈസിക്കൽ ടു ക്യൂ ബി പ്ലസ് ബി ആർ അല്ലേ? അപ്പോൾ ഇവിടെ 4 മൈനസ് എക്സ് പ്ലസ് 5 മൈനസ് എക്സ് എന്ന് കിട്ടി അല്ലേ? അപ്പോൾ നമുക്ക് അവസാനം നോക്കി 9 മൈനസ് 2x ഇങ്ങനെ കിട്ടിയ ഒരു ഇക്വേഷനൊക്കെ നമുക്ക് കിട്ടി. അതേസമയം ഞാൻ ഇത് എടുത്തെന്ന് വിചാരിക്കുക, ഇവിടെ നോക്കിയേ, ഇത് തമ്മിൽ കൂടി കൂട്ടണം അല്ലേ? പി ക്യു സീക്വൽ ടു പി എ പ്ലസ് എ ക്യു. ഇവിടെ നോക്കിയേ, പി ക്യു അല്ലേ? പി ക്യു സീക്വൽ ടു എന്ത് കിട്ടൂടെ? പി ക്യു സീക്വൽ ടു പി എ പ്ലസ് എ ക്യു. പി എ പ്ലസ് എ ക്യു എന്ന് ഞാൻ എനിക്ക് എഴുതാം അല്ലേ? എഴുതി കഴിഞ്ഞാൽ ഇവിടെ നോക്കിയാൽ പി എയുടെ നീളം എക്സ് ആണ്, എക്സ് പ്ലസ് എ ക്യുവിൻ്റെ നീളം എത്രയാണ്? 4 മൈനസ് എക്സ് ആണ്, 4 മൈനസ് എക്സ്. അപ്പം എന്ത് വരും? എക്സ് പ്ലസ് 4 മൈനസ് എക്സ് അല്ലേ? അതായത് ഒരു എക്സ് ഒരു മൈനസ് എക്സ്, ഈ എക്സും എക്സും ക്യാൻസൽ ആയി പോയി. അപ്പോൾ പി ക്യുവിൻ്റെ നീളം നമുക്കറിയാം എത്രയാണ്? പി ക്യുവിൻ്റെ നീളം 4 ആണ് അല്ലേ? അപ്പം ഇങ്ങനെ ഒരു ഇക്വേഷൻ ഇങ്ങനെ വരും. പി ക്യുവിന് വരെ നമ്മൾ 4 ഇട്ട് കൊടുത്തു, ഇവിടെ ചെയ്ത അതേപോലെ തന്നെ 4 ഇട്ട് കൊടുത്തു. 4 ഈക്വൽ ടു പി എയുടെ വില എക്സ്, എ ക്യുവിൻ്റെ വില 4 മൈനസ് എക്സ്. അപ്പോൾ എക്സും മൈനസ് എക്സും കൂടി ക്യാൻസൽ ചെയ്തു, ബാക്കി എന്ത് വരും? 4 ഈക്വൽ ടു 4 എന്ന് വരും അല്ലേ? അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റില്ല? എക്സിൻ്റെ വാല്യൂ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല. ക്ലിയർ ആയില്ലേ? അതുപോലെ തന്നെയാണ് ഇവിടെയും വരാം. ഇവിടെ നോക്കിയേ, ഇവിടെ അതുപോലെ തന്നെ വരും. എക്സും 5 മൈനസ് എക്സും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ 5 കിട്ടും അല്ലേ? അപ്പോൾ എക്സ് ഇവിടെ ഇതാണെങ്കിൽ നോക്കിയാൽ എക്സ് എക്സ് അല്ലേ? പ്ലസ് 5 മൈനസ് എക്സ്. അപ്പോൾ ഇവിടെ എന്ത് വരും? ഈ എക്സും എക്സും 0 പോയി, ബാക്കി എന്ത് വരും? 5 അല്ലേ? അപ്പോൾ ഇവിടെ 5 സീക്വൽ ടു 5 എന്ന് വരും. 5 സീക്വൽ ടു 5 എന്ന് വരും. അപ്പോഴും നമുക്കിവിടെ എക്സിൻ്റെ വാല്യൂ കിട്ടില്ല അല്ലേ? അതുകൊണ്ടാണ് നാം ഇവിടെ എടുത്തത്. ഇവിടെ നോക്കിയാൽ ഇവിടെ 4 മൈനസ് എക്സും 5 മൈനസ് എക്സ് ആണ്. ഇവിടെ ഒരേ എക്സ് ഉള്ളൂ, അതുകൊണ്ട് നമുക്ക് ഇവിടുന്ന് എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഇത് എടുത്തത്. മനസ്സിലായല്ലോ? അപ്പോൾ സംശയങ്ങൾ ഉണ്ടെങ്കിൽ സംശയങ്ങൾ അപ്പം തന്നെ തീർത്ത് കളയണം. ക്ലിയർ ആയില്ലേ? അപ്പോൾ ഇത് എടുത്താൽ മാത്രമേ നമുക്ക് എന്ത് കിട്ടുള്ളൂ? ഇവിടെ എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇനി നമുക്ക് മൂന്നാമത്തെ ചോദ്യം ഒന്ന് ചെയ്ത് നോക്കാം. അതിന് മുമ്പിൻ്റെ യൂണിറ്റ് എഴുതണ്ട അല്ലേ? യൂണിറ്റ് എഴുതാൻ മറക്കണ്ട. 1 സെൻറ്റിമീറ്റർ, 3 സെൻറ്റിമീറ്റർ, 4 സെൻറ്റിമീറ്റർ അല്ലേ? ഇവിടെ നമുക്ക് സെൻറ്റിമീറ്റർ വന്നിട്ടുണ്ട്, അതുകൊണ്ട് ഓരോന്നും 1 സെൻറ്റിമീറ്റർ, 3 സെൻറ്റിമീറ്റർ, 4 സെൻറ്റിമീറ്റർ. ഓക്കെ, ഇനി നമുക്ക് മൂന്നാമത്തെ ചോദ്യം ചെയ്ത് നോക്കാം. ഇതാണ് നമ്മുടെ മൂന്നാമത്തെ ചോദ്യം. എന്താണ് പറഞ്ഞിട്ടുള്ളത്? ദി ഫിഗർ ഷോസ് 2 സർക്കിൾസ് ടച്ചിങ് അറ്റ് എ പോയിന്റ് ആൻഡ് കോമൺ ടാൻജന്റ് അറ്റ് ദിസ് പോയിന്റ്. എന്താണ് പറഞ്ഞിട്ടുള്ളത്? അതായത് ഇവിടെ നമുക്ക് ചിത്രം തന്നിട്ടുണ്ട്. ഈ ചിത്രത്തിൽ ഈ 2 സർക്കിളുകൾ അല്ലേ, 2 സർക്കിളുകൾ ഇവിടെ നോക്കിയാൽ ഒരു പോയിന്റിൽ ടച്ച് ചെയ്യുന്നുണ്ട് അല്ലേ? 2 സർക്കിളുകൾ ഒരു പോയിന്റിൽ ടച്ച് ചെയ്യുന്നു. ആ ടച്ച് ചെയ്യുന്ന പോയിന്റിൽ കൂടി ഒരു ടാൻജന്റ് കടന്നു പോകുന്നു അല്ലേ? ഇതാണ് നമ്മുടെ ചിത്രം. ഇനി എന്താണ് പറഞ്ഞിട്ടുള്ളത്? പ്രൂവ് ദാറ്റ് ദിസ് ടാൻജന്റ് ബൈസെക്ട്സ് അനദർ കോമൺ ടാൻജന്റ് ടു ദീസ് സർക്കിൾസ്. എന്താണ് പറഞ്ഞത്? അതായത് ഈ ടാൻജന്റ് ഈ 2 സർക്കിളിനും പൊതുവായിട്ട് മറ്റൊരു ടാൻജന്റ് വരയ്ക്കുകയാണെങ്കിൽ ആ ടാൻജന്റിനെ സമഭാഗം ചെയ്യും, ബൈസെക്ട് ചെയ്യും എന്നാണ് നമ്മൾ പ്രൂവ് ചെയ്യേണ്ടത്. അതായത് ഈ ടാൻജന്റ് അല്ലെ, ഈ തൊടുവര എന്ത് ചെയ്യുന്നു? നാം ഈ 2 സർക്കിളിനും കൂടിയിട്ട് വേറൊരു ടാൻജന്റ് വരയ്ക്കാന്ന് വിചാരിക്കുക. 2 സർക്കിളിനും പൊതുവായിട്ട് നമ്മൾ വേറൊരു ടാൻജന്റ് വരച്ചു കഴിഞ്ഞാൽ ഇവിടെയോ നമ്മൾ വരച്ചു കഴിഞ്ഞാൽ ആ ടാൻജന്റിനെ ഈ ടാൻജന്റ് ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്യും അല്ലെ, സമഭാഗം ചെയ്യും, അതായത് ബൈസെക്ട് ചെയ്യും. ഇതാണ് നമ്മൾ പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഒരു ടാൻജന്റ് വരയ്ക്കാം അല്ലേ? ഈ 2 സർക്കിളിനും കോമൺ ആയിട്ട് ഒരു ടാൻജന്റ് കൂടി നമുക്ക് വരയ്ക്കാം അല്ലേ? അപ്പോൾ ഈ ടാൻജന്റിനെ നമ്മുടെ ഈ ആദ്യത്തെ ടാൻജന്റ് എന്ത് ചെയ്യും? സമഭാഗം ചെയ്യും അല്ലേ? അതാണ് നമ്മൾ ബൈസെക്ട് ചെയ്യും. അതാണ് നമ്മൾ പ്രൂവ് ചെയ്യേണ്ടത്. അതായത് ഇവിടെ നിങ്ങോട്ടുള്ള നീളവും ഇവിടെ നിങ്ങോട്ടുള്ള നീളവും ഈക്വലാണ് നമ്മൾ പ്രൂവ് ചെയ്യണം അല്ലേ? അപ്പോൾ നമുക്ക് ആദ്യം എന്ത് ചെയ്യാം? ആദ്യം നമുക്കൊരു പണി ചെയ്യാം. ആദ്യം ഒരു പേരുകൾ അങ്ങോട്ട് കൊടുക്കാം. ഈ വരച്ച ടാൻജന്റ് ഇപ്പോൾ എ ബി എന്ന് കൊടുത്തു. എ ബി.
ഇനി ടാൻജൻറ്റുകൾ ടച്ച് ചെയ്യുന്ന പോയിന്റ് അല്ലേ, എ ബി, ഇവിടെ നമ്മൾ പി എന്ന് കൊടുത്തു, ഈ പോയിന്റ് പി, ഈ പോയിന്റ് നമുക്കൊരു സി എന്ന് കൊടുത്തു, സി. ഓക്കെ, അപ്പോൾ പേരുകളായി അല്ലേ, പേര് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് കൊടുത്ത ഒരു കുഴപ്പമില്ല. ഇനി എന്താണ് ഇവിടെ പ്രൂവ് ചെയ്യേണ്ടത്? നമുക്ക് പ്രൂവ് ചെയ്യേണ്ട കാര്യം പി എയും പി ബിയും ഈക്വലാണെന്ന് പ്രൂവ് ചെയ്യണം അല്ലേ. ഇത്രയുള്ള കാര്യം, പി എയും പി ബിയും ഈക്വലാണെന്ന് പ്രൂവ് ചെയ്യണം. അതിനിങ്ങോട്ട് നോക്കിയേ, ഈ പി എന്ന് പറയുന്ന ഒരു പോയിന്റ് അല്ലേ, ഈ പോയിന്റിൽ നിന്ന് ഇങ്ങോട്ടും ഒരു ടാൻജന്റ്, ഇങ്ങോട്ടും ഒരു ടാൻജന്റ് അല്ലേ. അപ്പോൾ നമ്മളിത് കൂട്ടിമുട്ടി വരച്ചപ്പോൾ ഈ പി എന്ന് പറഞ്ഞ പോയിന്റിൽ നിന്ന് എ എന്ന് പറഞ്ഞത് പി എ എന്ന് പറഞ്ഞൊരു ടാൻജന്റായി, പി സി എന്ന് പറഞ്ഞൊരു മറ്റൊരു ടാൻജന്റായി അല്ലേ. അപ്പോൾ ഈ രണ്ട് ടാൻജന്റ് പിയിൽ നിന്ന് വന്നു. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? ഈ രണ്ട് ടാൻജന്റുകൾക്കും ഒരേ നീളമായിരിക്കും അല്ലേ. അതായത് പി എയും പി സിയും എന്താണ്, ഈക്വൽ ആണ് അല്ലേ. അപ്പോൾ നമുക്ക് ആദ്യം അത് എഴുതാം, പി എ സീക്വൽ ടു പി സി. അത് നമുക്കറിയാലോ, അതിൻ്റെ റീസൺ നമുക്കറിയാലോ. എന്താണ് ടാൻജന്റ് ടു എ സർക്കിൾ ഫ്രം എ പോയിന്റ് ആർ ഓഫ് ദി സെയിം ലെങ്ത് അല്ലേ. അതായത് പോയിന്റിൽ നിന്നുള്ള ഒരു സർക്കിളിലേക്കുള്ള ടാൻജന്റുകൾ എന്തായിരിക്കും, തുല്യ നീളമുള്ളവയായിരിക്കും അല്ലേ. അപ്പോൾ അതാണ് അതിൻ്റെ റീസൺ, പി ഐ സീക്വൽ ടു പി സി. ഓക്കെ, ഇനി ഇവിടെ നോക്കിയേ, ഇവിടെ നിന്ന് വേറെ രണ്ട് ടാൻജന്റുകൾ കൊണ്ട് നോക്കിയാൽ പി ബിയും ഒരു ടാൻജന്റ് ആണ് അല്ലേ. ഈ സർക്കിളിലേക്കുള്ള ടാൻജന്റ് ആണ് പി ബി, ശരിയല്ലേ. അതുപോലെ തന്നെ ഈ സർക്കിളിലേക്കുള്ള മറ്റൊരു ടാൻജന്റ് ആണ് പി സി അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് പറയാം, പി ബിയും പി സിയും തുല്യമാണെന്ന് പറഞ്ഞൂടെ. ഇവിടെ പറഞ്ഞ അതേപോലെ തന്നെ നമുക്ക് പി ബിയും പി സിയും തുല്യമാണെന്ന് പറയാം അല്ലേ. അതായത് ഈ സർക്കിൾ, ഇപ്പം നമ്മൾ ഈ ചെറിയ സർക്കിൾ എടുക്കാം, ഈ ചെറിയ സർക്കിളിലേക്കുള്ള ഒരു ടാൻജന്റ് ആണ് പി ബി, മറ്റൊരു ടാൻജന്റ് ആണ് പി സി. അങ്ങനെയാണെങ്കിൽ ഈ രണ്ട് ടാൻജന്റുകളും തുല്യ നീളമുള്ളവയായിരിക്കും അല്ലേ. അപ്പോൾ നമുക്ക് അത് എഴുതാം, പി ബി സീക്വൽ ടു പി സി അല്ലേ. അപ്പോൾ ഇതിൻ്റെയും റീസൺ എന്താണ്? അപ്പോൾ റീസൺ നിങ്ങൾ എഴുതി വെക്കുക അല്ലേ. റീസൺ എഴുതാം, എന്താണ് എഴുതേണ്ടത്? ടാൻജൻസ് ടു എ സർക്കിൾ ഫ്രം എ പോയിന്റ് ആർ ഓഫ് ദി സെയിം ലെങ്ത് അല്ലേ. അങ്ങനെ എഴുതി വെക്കണം. അതായത് സർക്കിൾ, അത് വൃത്തത്തിന് പുറത്തുള്ള ഒരു ബിന്ദുവിൽ നിന്നുള്ള പൊതുവരകൾക്ക് തുല്യ നീളമായിരിക്കും അല്ലേ. അപ്പോൾ അത് എഴുതാം, ആ റീസൺ ആയിട്ട് ഇവിടെ എഴുതാം. അപ്പോൾ ഇവിടെ നോക്കി നാം എന്താ എഴുതിയത്, പി ഐ സീക്വൽ ടു പി സി അല്ലേ. പി എ പി സിക്ക് ഈക്വലാണെന്ന് എഴുതി ആദ്യം. പിന്നെ നമ്മൾ എഴുതുന്നു പി ബിയും പി സിക്ക് ഈക്വലാണ് അല്ലേ. പി ബി പി സി ഈക്വലാണ്, അതായത് പി സിക്ക് ഈക്വലാണ് ഏത്, പി ബി, ശരിയല്ലേ. പി എ പി സിക്ക് ഈക്വലാണ്, പി ബി പി സിക്ക് ഈക്വലാണ്. അങ്ങനെയാണെങ്കിൽ ഏതൊക്കെ ഈക്വലായിരിക്കും? പി എ പി സിക്ക് ഈക്വലായിരിക്കും, പി എ ഏതിന് ഈക്വലായിരിക്കും, പി എ പി ബിക്കും ഈക്വലായിരിക്കും അല്ലേ, ശരിയല്ലേ. അപ്പോൾ അതിൽ നിന്ന് കിട്ടും ദർഫോർ പി എ സീക്വൽ ടു പി ബി. ഇത്രയേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ പി എയും പി ബിയും ഈക്വലാണ് അല്ലേ. ആ പി എ പി ബി ഈക്വലാണെന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം എന്താണ്? ഈ തൊടുവര ഈ ടാൻജന്റ് ഈ ടാൻജന്റിനെ തുല്യമായി ഭാഗിക്കുന്നു അല്ലേ. അതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ ഈ ടാൻജന്റ് അല്ലെ, നമ്മുടെ ഈ പഴയ ടാൻജന്റ് ഈ പുതിയ ടാൻജന്റ് എന്ത് ചെയ്യുന്നുണ്ട്, തുല്യമായിട്ട് അല്ലെ ബൈസെക്ട് ചെയ്യുന്നു എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ പി ഐ സീക്വൽ ടു പി ബി ആണ് നമ്മൾ പ്രൂവ് ചെയ്തു അല്ലേ. ഇനി അതിന് സബ് ക്വസ്റ്റ്യൻ കൂടി ഉണ്ട് അല്ലേ, അത് നമുക്കൊന്ന് ചെയ്ത് നോക്കാം. Show that the triangle formed by joining these points of contact is right angled അല്ലേ. എന്താണ് അതിൻ്റെ അർത്ഥം? ഈ രണ്ട് ടാൻജന്റുകളും ഈ രണ്ട് തൊടുവരകളും ഈ സർക്കിളിനെ ടച്ച് ചെയ്യുന്ന ഈ പോയിന്റുകൾ അല്ലെ, ഈ പോയിന്റ് ഈ പോയിന്റ് ഈ പോയിന്റ് അല്ലെ, 3 പോയിന്റുകൾ, ഈ 3 പോയിന്റുകൾ തമ്മിൽ നമ്മൾ കൂട്ടി യോജിപ്പിച്ച് ഒരു ട്രയാങ്കിൾ വരയ്ക്കുകയാണെങ്കിൽ ആ ട്രയാങ്കിൾ ഒരു റൈറ്റ് ട്രയാങ്കിൾ ആയിരിക്കും, ഒരു മട്ടത്രികോണമായിരിക്കും. ഇതാണ് നമ്മൾ പ്രൂവ് ചെയ്യേണ്ടത്. ഇവിടെ നോക്കിയേ, നമ്മൾ ഈ പോയിന്റുകൾ തമ്മിൽ കൂട്ടി യോജിപ്പിച്ച് നമുക്കൊരു ട്രയാങ്കിൾ കിട്ടി അല്ലേ. അപ്പോൾ ഈ ട്രയാങ്കിൾ ഒരു റൈറ്റ് ട്രയാങ്കിൾ അല്ലേ, അതായത് ഒരു മട്ടത്രികോണമാണെന്ന് നമ്മൾ പ്രൂവ് ചെയ്യണം. അപ്പോൾ നമുക്ക് എങ്ങനെ മട്ടത്രികോണമാണെന്ന് പ്രൂവ് ചെയ്യാൻ പറ്റാം? ഇവിടെ നമുക്കറിയാം പി എ സീക്വൽ ടു പി ബി സീക്വൽ ടു പി സി നമ്മൾ പ്രൂവ് ചെയ്താണല്ലോ അല്ലേ. അപ്പോൾ ആദ്യം നമുക്കത് എഴുതാം. നമ്മൾ പ്രൂവ് ചെയ്ത കാര്യം പി എ സീക്വൽ ടു പി ബി സീക്വൽ ടു പി സി, അത് നമ്മൾ പ്രൂവ് ചെയ്ത കാര്യമാണ് അല്ലേ. ഇനി നമ്മൾ ഈ പി എന്ന് പറഞ്ഞത് നോക്കിയത്, പി എന്ന് പറഞ്ഞ ഈ പോയിന്റ് സെൻറ്റർ ആക്കി എടുത്തുകൊണ്ട് ഈ ഡിസ്റ്റൻസ്, അതായത് പി എ, ഈ ഡിസ്റ്റൻസ് റേഡിയസ് ആക്കി എടുക്കുക. എന്നിട്ട് നമ്മൾ ഇങ്ങനെ ഒരു സർക്കിൾ വരയ്ക്കുകയാണെങ്കിൽ ശ്രദ്ധിക്കുക, ഇവിടെ പി എന്ന് പറഞ്ഞ പോയിന്റ് അത് നമ്മൾ സെൻറ്റർ ആക്കി എടുത്തിട്ട് ഈ പി എ ഇത്രയും നീളം നമ്മൾ റേഡിയസ് ആക്കി എടുക്കാം അല്ലേ. റേഡിയസ് ആക്കി എടുത്തിട്ട് നമ്മളിങ്ങനെ ഒരു സർക്കിൾ വരയ്ക്കുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? നമുക്കറിയാം ഈ നീളവും ഈ നീളവും ഈ നീളവും ഈക്വലായിരിക്കും അല്ലേ, ഈക്വലാണ് അല്ലേ. അതുകൊണ്ട് ഈ സർക്കിൾ ഏതിലേക്ക് കടന്നു പോകും? കൃത്യമായിട്ട് സിയിലൂടെയും ബിയിലൂടെയും കടന്നു പോകും. ഓക്കെ, ഒരു സർക്കിൾ ഇങ്ങനെ വരയ്ക്കുകയാണെങ്കിൽ ആ സർക്കിൾ എന്താവും? കറക്റ്റായി സർക്കിൾ, ഇതിപ്പോൾ സർക്കിൾ അല്ല ഞാൻ വരച്ചത്, പോട്ടെ. അപ്പോൾ ഒരു സർക്കിൾ ഇങ്ങനെ വരയ്ക്കുകയാണെങ്കിൽ ഇതിൽ കൂടി കടന്നു പോകും, ഇതിലേക്ക് കടന്നു പോകും, ഇതിലേയും കടന്നു പോകും അല്ലേ. എന്താണ് കാരണം? ഇതിന് കാരണം ഈ നീളവും ഈ നീളവും ഈ നീളവും ഈക്വലാണ് അല്ലേ. അങ്ങനെയാണ് നമുക്കറിയാം ഇതൊരു സ്ട്രേറ്റ് ലൈൻ ആണ് അല്ലേ, ഇതൊരു എന്താ ടാൻജന്റ് ആണ്, അതേ സ്ട്രേറ്റ് ലൈൻ ആണ്.
അപ്പോൾ അതായത് ഇത് ഈ സർക്കിളിൻ്റെ എന്താണ് ഡയമീറ്റർ ആണ് അല്ലേ, സർക്കിളിൻ്റെ വ്യാസമാണ്. അങ്ങനെയാണെങ്കിൽ ഇതെന്തായിരിക്കും ഒരു അർദ്ധവൃത്തമായിരിക്കും, അതായത് സെമി സർക്കിൾ ആയിരിക്കും. മനസ്സിലായല്ലോ. അപ്പോൾ ഈ സർക്കിൾ എന്താണ് ഒരു സെമി സർക്കിൾ അർദ്ധവൃത്തമാണ്. നമുക്കറിയാം ഒരു അർദ്ധവൃത്തത്തിലെ ആംഗിൾ ഒരു സെമി സർക്കിളിലെ ആംഗിൾ എപ്പോഴെന്തായിരിക്കും റൈറ്റ് ട്രയാങ്കിൾ ആയിരിക്കും ആണല്ലോ അല്ലേ. അപ്പോൾ ഇതൊക്കെ ഇത് ഒരു സെമി സർക്കിൾ ആണെങ്കിൽ ഈ സെമി സർക്കിൾ നമ്മൾ എങ്ങനെ ആംഗിൾ ഇങ്ങനെ വരച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും അത് എപ്പോഴെന്തായിരിക്കും 90 ഡിഗ്രി തന്നെ ആയിരിക്കും അല്ലേ. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഏത് ട്രയാങ്കിൾ വരച്ചാലും ഇതെന്തായിരിക്കും 90 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ ഇവിടെ നോക്കിയാൽ ഇതൊരു സെമി സർക്കിളാണ്, സെമി സർക്കിളിലെ ആംഗിളാണ് ഈ ACB എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ACB എന്ന് പറയുന്നത് സെമി സർക്കിൾ ആംഗിളാണ്. അങ്ങനെയാണെങ്കിൽ ഇതെന്തായിരിക്കും ഇത് റൈറ്റ് ട്രയാങ്കിൾ ആയിരിക്കും. മനസ്സിലായല്ലോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ആ കാര്യം നമുക്കൊന്ന് ചുരുക്കി എഴുതി വെക്കാം. If you draw a circle with P as center and PA radius, it will passes through C and B അല്ലേ. അപ്പം നമുക്ക് എന്ത് എഴുതാം, അതായത് P കേന്ദ്രമായും PA ആരവുമായിട്ട് ഒരു സർക്കിൾ നാം വരയ്ക്കുകയാണെങ്കിൽ അത് സിയിലൂടെയും ബിയിലൂടെയും കടന്നു പോകും അല്ലേ. അതാണ് നമ്മൾ ആദ്യം എഴുതിയിട്ടുള്ളത്. പിന്നെയോ AB = ഡയ. അങ്ങനെ വന്നാൽ എന്താവും AB അതിൻ്റെ ഡയമീറ്റർ, AB അതിൻ്റെ വ്യാസവുമാണ് അല്ലേ, AB വ്യാസവുമാണ്. അങ്ങനെയാണെങ്കിൽ എന്തൊക്കെയാണ് ഇതൊരു സെമി സർക്കിൾ ആവുമല്ലോ. അപ്പോൾ ആംഗിൾ ഇൻ എ സെമി സർക്കിൾ ഈസ് റൈറ്റ് ആംഗിൾഡ് അല്ലേ. ഒരു സെമി സർക്കിളിലെ ആംഗിൾ എപ്പോഴെന്തായിരിക്കും കോൺ എപ്പോഴെന്തായിരിക്കും അത് വട്ടക്കോണായിരിക്കും അല്ലേ. അപ്പോൾ നമുക്ക് ഇതിന് ഉത്തരം കിട്ടിയാലോ. സോ ദി ട്രയാങ്കിൾ ഫോംഡ് ബൈ ജോയിനിങ് ദീസ് പോയിന്റ്സ് ഓഫ് കോണ്ടാക്ട്സ് ഈസ് റൈറ്റ് ആംഗിൾഡ് അല്ലേ. അതായത് ഈ 3 ബിന്ദുക്കളും യോജിപ്പിച്ച് കിട്ടുന്ന ത്രികോണം ഒരു വട്ടത്രികോണം ആയിരിക്കും. മനസ്സിലായല്ലോ. ഇനി നമുക്കിതിൽ ബാക്കിയുള്ള ഭാഗങ്ങൾ അടുത്ത ക്ലാസ്സിൽ ചെയ്യാം.